ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഹൈറിച്ചിൻ്റെ ലീഡറായ അയൂബിൻ്റെ ആ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് അവൻ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്, ചില സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നത് കമ്പനിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് സർക്കാരാണ് എന്നാണ്. ഇത് നമുക്കൊക്കെ ഇത് നിങ്ങളെ ലീഡർമാർക്കൊക്കെ പുതിയ അറിവായിരിക്കും, അല്ലെങ്കിൽ ജയ് ഹൈറിച്ചുകാർക്കൊക്കെ പുതിയ അറിവായിരിക്കും. ജയ് ഹൈറിച്ചുകാരൊക്കെ വിചാരിക്കുന്നത് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് ഇവരുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻ്റാണ്, കണക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ താത്ത പോലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നാണ് ഇവരുടെ കോൾ സെൻറ്ററിൽ കസ്റ്റമർ കെയറിൽ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 കോൾ റെക്കോർഡുകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അയൂബ് പറയുന്നത് സർക്കാരാണ് ഇതൊക്കെ ഫ്രീസ് ചെയ്തത് എന്നാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടാവും, നമ്മുടെ കൂലിക്ക് ആളെ വെച്ചിട്ട് നമ്മളെ പറ്റിക്കാൻ, നമ്മളെ പൈസ കൊണ്ട് അവിടെ പണിയെടുക്കുന്ന അവർ നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കുറച്ചാകൊക്കെ ബുദ്ധിയുള്ളവർക്കൊക്കെ, തലയിൽ കളിമണ്ണല്ലാത്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അയൂബ് ഖാന് അതിന് നന്ദി പറയുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇന്നലെയൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച വേറെയൊരു കള്ളുണ്ടായിരുന്നു, ഇന്നലെ വിഡ്രോവൽ ചെയ്തു എന്നൊക്കെ. അപ്പോൾ ആ വിഡ്രോവൽ ചെയ്യാൻ നോക്കിയപ്പോൾ എന്താ കാണുന്നതെന്ന് ഇവിടെ കാണാം. ഇതുപോലെയാണ് നിങ്ങൾക്കൊക്കെ വന്നത്. വിഡ്രോവൽ 500 രൂപ മേലെയുള്ള ആൾക്കാർ വിഡ്രോവലിന് കൊടുക്കുമ്പോൾ വന്നത് ഇങ്ങനെയാണ്. പക്ഷേങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇന്നലെയും വിഡ്രോ ചെയ്തു, കമ്പനിക്ക് യാതൊരു കുഴപ്പമില്ല, ഫ്രീസിങ് മാറിയത് മിഞ്ഞാന്നേ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇന്നലെ ഒരു പടി കൂടി കടന്ന് അക്കൗണ്ടിലേക്ക് പണമെത്തി എന്ന രീതിയിൽ പറയുകയാണ്. അവസാന ഭാഗത്ത് ഇവൻ വേറെ ഒരു തിരിച്ചറിവും കൂടി നടത്തുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ട് കമ്പനി ഇപ്പോൾ നമുക്കിങ്ങനെ ഡേറ്റ് മാറ്റി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ 29 അല്ല വേറെ ഏതെങ്കിലും ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളങ്ങ് സഹിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ആത്മവിശ്വാസമാണ് ഇവർക്ക്, അല്ലെങ്കിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് നല്ല അറിവാണ് ഇവർക്കുള്ളത്. കഴിഞ്ഞ 2-3 മാസം മുമ്പേ ആയിരുന്നു സുപ്രീം കോടതിയിൽ ഇതുപോലെയുള്ള ഒരു ബഡ്സ് ആക്ട് എടുത്തപ്പോൾ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ കമ്പനി ഇതേ സംഭവങ്ങൾ തൂക്കിപ്പിടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ തട്ടിപ്പ് നെറ്റ്വർക്ക് കമ്പനികൾക്ക് യാതൊരു പരിരക്ഷയും ഈ കോടതിയിൽ നിന്ന് ലഭിക്കില്ല എന്ന് സുപ്രീം കോടതി തീർത്ത് പറഞ്ഞു. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളായിരിക്കാം ഇവരും പ്രതീക്ഷിക്കുന്നത്. ഇവർക്കറിയാം, നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കറിയാം ഇവർ ഏതൊക്കെ തരത്തിൽ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് എന്ന്. അതിനുള്ള ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞവരാണ് ഇവർ. നമ്മൾ ഈ പുറമേ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന തട്ടിപ്പ് മാത്രമേ അറിയുള്ളൂ. ഉള്ളിൽ എന്തൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട് അത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മറുപടി പറയണം, ഏതൊക്കെ രീതിയിൽ അതിനെ വളച്ചൊടിക്കണം എന്നുള്ള ട്രെയിനിങ് കൂടി കഴിഞ്ഞവരാണ് കോട്ടിട്ട ലീഡർമാർ. അപ്പോൾ ഇവർ തന്നെ പല കാര്യങ്ങളാണ് പറയുന്നത്. കാട്ടിലെ കള്ളൻ വേറെ ഒന്ന് പറയുന്നു, സമത് ഇടിവെട്ടിയ അങ്ങനെയുള്ള ഒരാൾ വേറെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പല കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളൊന്നും വേണ്ട, നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ 699 ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ പകുതിയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്ന്. അതൊന്ന് ആലോചിച്ച് നോക്കൂ, അതൊന്ന് അന്വേഷിച്ച് നോക്കൂ. പിന്നെ എങ്ങനെയാണ് ജിനിലിനെ പോലെയുള്ള ആൾക്കാർ പോലും 15 ലക്ഷം കടമായത് എന്ന് അന്വേഷിച്ച് നോക്കൂ. എത്ര ഫ്രാഞ്ചൈസി ഓണേഴ്സാണ് കടത്തിൽ മുങ്ങിയത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം.
ആർക്കാണ് ലാഭം കിട്ടിയത്? ഇതുപോലെയുള്ള 5 ലക്ഷം രൂപയുടെ OTTയുടെ ഷെയർ വിറ്റവനും, ഷെയർ വിൽക്കലല്ല, ഷെയർ മറ്റുള്ളവനെ കൊണ്ട് പിടിപ്പിച്ചവനും, ഇതുപോലെയുള്ള ചില ആൾക്കാർ 4000 ടോക്കൺ എടുത്ത പോലെ ഇതുപോലെ ആൾക്കാരെ വെച്ച് 10ഉം 20ഉം ടോക്കൺ എടുപ്പിച്ചവർക്കുമാണ് പൈസ കിട്ടിയിരിക്കുന്നത്. അല്ലാതെ 10,000 അടിച്ചവനോ 20,000 അടിച്ചവനോ 30,000 അടിച്ചവനോ അതിൻ്റെ പകുതി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ മറ്റുള്ള തൊഴിലിനെ പുച്ഛിച്ചും ഒക്കെ ഈ സമൂഹത്തിൽ എത്ര കാലം നിങ്ങൾക്ക് ഇതേപോലെയുള്ള മണി ചെയിൻ നടത്തി ജീവിക്കാൻ സാധിക്കും? ഒരു പ്രൊഡക്റ്റും ഇല്ല എന്ന് അഹങ്കാരത്തോടെ എത്ര കാലം നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അപ്പോൾ ഇനി എന്തായാലും ആരും തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയൊന്നും ആരും തന്നെ നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെ ഇന്ന് ആൾ ചേർന്നില്ലെങ്കിൽ എങ്ങനെ ഇന്നലെ ചേർന്നവന് പൈസ കൊടുക്കും? അതാണ് നിങ്ങൾ നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നം. ധൈര്യമുണ്ടോ? കമ്പനി 29-ാം തീയതി തുറന്നില്ലെങ്കിൽ നീയൊക്കെ വാങ്ങിയ കമ്മീഷനെങ്കിലും ചേർത്തവനെ തിരിച്ചു കൊടുക്കും എന്ന് പറയാൻ നിനക്കൊക്കെ ധൈര്യമുണ്ടോ? കമ്പനി 29-ാം തീയതി തുറന്നില്ലെങ്കിൽ നീയൊക്കെ വാങ്ങിയ കമ്മീഷൻ, ആരുടെ പക്കൽ നിന്നാണോ ആ കമ്മീഷൻ കിട്ടിയത്, ആ കമ്മീഷൻ്റെ തുകയെങ്കിലും 10,000-ന് 1000 രൂപ കിട്ടുന്നുണ്ടല്ലോ, ആ 10,000-ന് കിട്ടിയ 1000 രൂപ എങ്കിലും നിന്നെപ്പോലെയുള്ളവർ തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? കമ്പനി ഇപ്പോൾ പുതിയൊരു അടവുമായിട്ട് വന്നിട്ടുണ്ട്. കമ്പനി ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടോ ശപിച്ചിട്ടോ അല്ലെങ്കിൽ കാല് പിടിച്ചിട്ടോ ഒന്നും ഏൽക്കാത്തപ്പോൾ ആൾക്കാരെ, ഇതുപോലെ പ്രശ്നക്കാരായ ആൾക്കാരെ ഒതുക്കാൻ വേണ്ടി തൃശ്ശൂരിൽ അടുത്ത ദിവസം തന്നെ ഒരു സിറ്റിംഗ് വെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ സിറ്റിംഗ് വെച്ചിട്ട് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവരുടെ പണം റൊക്കം കൊടുത്ത് തീർക്കുമെന്നാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്നാലും അടുത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഈ പണം ആവശ്യമുണ്ടെങ്കിൽ അവരുടെ സിറ്റിങ്ങിൽ പോയി അപേക്ഷിച്ചാൽ മാത്രം മതി. എന്തായാലും അവർക്ക് കുറച്ചു കാലം കൂടി ഇവിടെ നിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള തരികിടകൾ ഒപ്പിക്കാതെ തരമില്ല എന്ന് വന്നിരിക്കുന്നു. ബൈ.